നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ്. പുലി പോലെ വന്നത് ലോകായുക്ത തള്ളി. പാറ്റൂർ ഭൂമിയിടപാടിൽ വിജിലൻസ് ADGPയുടെ പുതിയ റിപ്പോർട്ട് ലോകായുക്ത തള്ളി. ആവശ്യപ്പെടാത്ത റിപ്പോർട്ട് വേണ്ടെന്ന് ലോകായുക്ത. റിപ്പോർട്ടിന് FIRന്റെ പ്രാധാന്യം പോലുമില്ല. റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ വിജിലൻസിന് രൂക്ഷ വിമർശനം. റിപ്പോർട്ടിൽ പുതുതായി ആരുടെയും പേരുകളില്ല. മാധ്യമ വാർത്തകൾ തെറ്റ്. അന്വേഷിച്ചാൽ മതി. തെളിവെടുപ്പ് നടത്തേണ്ടെന്നും ലോകായുക്ത. ഉമ്മാക്കിയിൽ മാണി പേടിക്കില്ല. സർക്കാരുണ്ടെങ്കിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്നും മാണി. PC ജോർജിനും പ്രതിപക്ഷത്തിനും മാണിയുടെ വെല്ലുവിളി. ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കേണ്ട. അങ്ങനെ പേടിക്കുന്ന സർക്കാരല്ല കേരളത്തിലേതെന്നും മാണി. ബഡ്ജറ്റ് അവതരിപ്പിക്കണോ എന്ന് മാണി തീരുമാനിക്കട്ടെ എന്ന് PC ജോർജ്. പ്രതിപക്ഷത്തിന്റെ ചോരപ്പുഴ നീന്തി കയറാനില്ലെന്നും ചീഫ് വിപ്പ്. എറണാകുളം ഇൻഫോ പാർക്കിൽ മാണിക്കെതിരെ DYFIയുടെ കരിങ്കൊടി പ്രതിഷേധം. ഡൽഹി അംഗം നാളെ. കൂട്ടിയും കിഴിച്ചും ആത്മീയും BJPയും. ഇന്ദ്രപ്രസ്ഥം നാളെ വിധിയെഴുതും. 70 നിയമസഭാ സീറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 1.30 കോടി വോട്ടർമാർ. ചൊവ്വാഴ്ച ഫലമറിയാം. അഭിപ്രായ സർവേകളിൽ ആം ആദ്മിക്ക് ശുഭഫലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ ജയം ഇക്കുറി BJPക്ക് സംശയം. കോൺഗ്രസിന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് 8 സീറ്റ്. അത്രയും നിലനിർത്താൻ ശ്രമം. വീണ്ടും തൂക്കുസഭയെങ്കിൽ വിലപേശലിനും കോൺഗ്രസ് നീക്കം. വഴിത്തിരിവിൽ ലഹരിക്കഥ. കൊച്ചിയിലെ മയക്കുമരുന്ന് കേസിൽ ബ്ലസി സിൽവസ്റ്ററുടെ നിർണായക മൊഴി. വ്യവസായി മുഹമ്മദ് നിസാമിനെ പരിചയപ്പെട്ടത് പ്രമുഖ നിർമ്മാതാവിന്റെ വീട്ടിൽ വെച്ച്. സഹസംവിധായക വെളിപ്പെടുത്തിയത് കേസുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്ന നിർമ്മാതാവിന്റെ പേര്. അന്വേഷണം കൂടുതൽ പേരിലേക്ക്. നിസാമിന്റെ ഫ്ളാറ്റ് താൻ വാടകയ്ക്ക് എടുത്തിട്ടില്ല. സ്മോക്കിംഗ് പാർട്ടി നടത്താനാണ് ഫ്ളാറ്റ് ഉപയോഗിച്ചതെന്നും ബ്ലസി. കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.